ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളും LDFന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. വെങ്ങപ്പള്ളി, പൊഴുതന, വൈത്തിരി. അപ്പം ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വയനാട് ജില്ലയിൽ LDF പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് വലിയ പരാജയമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്നതാണ്. അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. യഥാർത്ഥത്തിൽ വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം വയനാട് ജില്ലയിൽ LDFന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2024 പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച വോട്ടിനേക്കാൾ 92,000 വോട്ടുകളാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത്. ഒരു വർഷം കൊണ്ട് 92,000 വോട്ടിൻ്റെ വർധനവ് LDFന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, CPM എന്ന നിലയിൽ പറയുമ്പോൾ ഈ വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ കിട്ടിയ പാർട്ടി CPIM ആണ്, ഒറ്റ പാർട്ടി എന്ന നിലയിൽ എടുക്കുമ്പോൾ. കോൺഗ്രസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 16,000 വോട്ട് കുറയുന്ന നിലയുണ്ട് UDFന്. BJPക്ക് 18,000 വോട്ടിന് കുറവാണ് വയനാട് ജില്ലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ഉണ്ടായത്. എന്നാൽ ചില പഞ്ചായത്തുകൾ നിങ്ങൾ പരാമർശിച്ചതുപോലെ LDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ LDF പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ വയനാട് ജില്ലയിൽ 26 പഞ്ചായത്തുകളിൽ 8 ഇടങ്ങളിലായിരുന്നു LDFന് ഭരണമുണ്ടായിരുന്നത്. ഇത്തവണ 26 ഇടങ്ങളിൽ 7 ഇടങ്ങളിലാണ് ഭരണമുള്ളത്. ഒരു പഞ്ചായത്തിൻ്റെ കുറവാണ് എണ്ണത്തിലുണ്ടായത്. UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളും LDF പിടിച്ചെടുത്തപ്പോൾ LDFന് ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ LDF പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായില്ല എന്നത് തീർച്ചയായും ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് കാണുന്നത്. വോട്ടിൻ്റെ ഭാഗമായി എണ്ണത്തിൽ വന്നിട്ടുള്ള വർധനവ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് സഹായകരമാകും. ഇപ്പം ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വലിയ വോട്ടുകൾക്ക് UDF വിജയിച്ച മണ്ഡലമാണ്. എന്നാൽ ഇപ്പോൾ 4,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നില പരിശോധിക്കുമ്പോൾ ബത്തേരി മണ്ഡലത്തിലുള്ളത്. അപ്പോൾ ആ നിലയിൽ ഒരു മുന്നേറ്റം പൊതുവെ വോട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില പഞ്ചായത്തുകൾ ചില ചെറിയ വോട്ടുകൾ, ഇപ്പം ബത്തേരി മുനിസിപ്പാലിറ്റി എടുത്താൽ 52 വോട്ടുകൾക്കാണ് 6 ഡിവിഷനുകൾ നഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഡിവിഷൻ നഷ്ടപ്പെട്ട 56 വോട്ടിന് എന്നതല്ല. പകരം ഈ 6 ഡിവിഷനുകൾ കൂടെയുള്ള നഷ്ടപ്പെട്ട വോട്ടിൻ്റെ എണ്ണം കണക്കാക്കിയാൽ ആകെ വരുന്നത് 52 വോട്ടുകളാണ്. അങ്ങനെ ചെറിയ വോട്ടുകൾക്ക് ചില വാർഡുകൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായും പരിശോധിച്ച് ആവശ്യമായ ജനങ്ങളിൽ നിന്ന് കൂടുതൽ പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഞങ്ങൾ കാണുന്നത്.